പരീക്ഷണങ്ങളില്ലാത്ത മനുഷ്യരില്ല, അല്ലേ? എന്നാൽ പരീക്ഷണം കൊണ്ട് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച, ആ പരീക്ഷണം പടച്ചവനിലേക്ക് അടുക്കാൻ വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച, രോഗത്തെ മാറ്റിവെച്ച മഹാനാണ് പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരു കുടുംബ ജീവിതം എങ്ങനെയായിരിക്കണം? ഭർത്താവിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഭാര്യയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെയാണ് പരീക്ഷണാഗ്നിയിലെ ഇണപ്രാവുകളെ പോലെ ജീവിച്ച മഹാനായ അയ്യൂബ് നബിയുടെയും റഹ്മത്ത് ബിബിയുടെയും ചരിത്രത്തിന്റെ പ്രധാന ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചരിത്ര പഠനത്തിലൂടെ പഠിക്കുകയാണ്. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ പോകുവാനും അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും നമ്മൾ ചരിത്ര പഠനമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാനായ അയ്യൂബ് നബിയുടെ റഹ്മത്ത് ബിബിയുടെ ചരിത്രമാണ്. ഈ പ്രഭാതത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടെ ഭാഗ്യം തന്ന റബ്ബിനാണ് സർവസ്തുതി. എല്ലാവരും കൽബ് നിറച്ചൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതെങ്ങനെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാക്കാമെന്നുള്ളൊരു പാഠമാണ് ഈ ചരിത്രം. വളരെ വിശാലമാണ്. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറഞ്ഞ് നമുക്കിന്ന് അവസാനിപ്പിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു തിരഞ്ഞെടുത്ത ഇണയാണ് റഹ്മത്ത് ബീവി. ആ റഹ്മത്ത് ബീബി യൂസുഫ് നബിയുടെ പേരക്കിടാവാണ്. അതിലേക്ക് ഞാൻ കടക്കണില്ല, നമ്മുടെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ആ റഹ്മത്ത് ബീവിയും അയ്യൂബ് നബിയും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അള്ളാഹു രണ്ട് മക്കളെ കൊടുത്തു. അധികാരമുണ്ട്, രാജാവാണ്, അതുപോലെ പ്രവാചകനാണ്, സമ്പന്നനാണ്, എല്ലാം ഉണ്ടെങ്കിൽ റബ്ബിനെ മറന്നിട്ടില്ല. പകല് മുഴുവനും നോമ്പുകാരൻ, രാത്രി നമസ്കാരം, അങ്ങനെ എപ്പോഴും ഇബാദത്തിലായി കഴിഞ്ഞിരുന്ന പ്രവാചകനാണ് അയ്യൂബ് നബിയും ഭാര്യയാകുന്ന റഹ്മത്ത് ബീവി. മത്സരമായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിൽ മഹാൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമസ്കാരത്തിന്റെ എണ്ണം തെറ്റി, ശ്രദ്ധ തെറ്റി. ആ സമുദായത്തിൽ നിസ്കാരം ഉണ്ടായിരുന്നു. അയ്യൂബ് നബിയുടെ സമുദായത്തിലുള്ള നിസ്കാരം അയ്യൂബ് നബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തത് പോലെയാണ്. അങ്ങനെ എന്താണ്, നിസ്കാരത്തിൽ ശ്രദ്ധ മാറിയപ്പോ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോ കൊട്ടാരത്തിന്റെ മുകളിലാണ് അയ്യൂബിനെ നിസ്കരിച്ചിരുന്നത്. താഴെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം, വലിയ ബഹളം. നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരം പൂർത്തിയാക്കിയിട്ട് ഭാര്യയോട് ഒന്ന് പറഞ്ഞു, റഹ്മത്ത് ബീവിയെ, നമ്മുടെ മക്കൾ അള്ളാഹുവിനെ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ സുഖാഡംബരത്തിൽ, ഈ ആർഭാടത്തിൽ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക അഭിവൃദ്ധിയിൽ നമ്മുടെ മക്കൾ അഹങ്കരിക്കുന്നുണ്ടോ, അള്ളാനെ മതിമറക്കുന്നുണ്ടോ എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ കൊട്ടാരത്തിൽ നിന്നും മാറി ചെറിയൊരു വീട് വെച്ച് അങ്ങോട്ടെങ്കിലും മാറിയാലോ എന്ന് ഭർത്താവ് ഭാര്യയോട് പറയാം. ആ സമയത്ത് റഹ്മത്ത് ബി പറഞ്ഞ മറുപടി എന്താണെന്നറിയണ്ടേ? എന്റെ പെങ്ങന്മാരി, എന്റെ സഹോദരന്മാരി കേൾക്കിൻ. റഹ്മത്ത് ബി പറഞ്ഞു, നബിയെ, ഞാനിത് അങ്ങോട്ട് പറയണമെന്ന് പലപ്പോഴും എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ നിങ്ങളെ വാപ്പായും ഉമ്മായും താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ വലിച്ചുകൊണ്ട് എന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ച് ചിന്ത വന്നാൽ, ഇങ്ങനെ ഒരു പെണ്ണായിരുന്നല്ലോ എന്ന ചിന്ത വന്നാൽ എന്റെ ആഖിറം നഷ്ടമാകും നബിയെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാണ്. അൽഹംദുലില്ലാ, ഞാൻ ഈ വാക്കിനെ സ്വീകരിക്കുന്നു എന്ന് റഹ്മത്ത് ബീവി. അങ്ങനെ അയ്യൂബ് നബി റഹ്മത്ത് ബീവി രണ്ടു മക്കളും മറ്റൊരു വീട്ടിലേക്ക്, ഡെമസ്കസിൽ തന്നെ മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണ്. ഒരു ചെറിയ കുടിൽ. കുറേ ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ, കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അയ്യൂബ് നബി ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, കുറെ ദിവസമായില്ലേ വീട്ടിൽ നിന്ന് വന്നിട്ട്, കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട്, എനിക്ക് എന്റെ വാപ്പാനെ ഉമ്മായെ കാണണം. ഉടൻ തന്നെ റഹ്മത്ത് ബി പറഞ്ഞു, ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. ബാപ്പായുമായി ഇത്രമാത്രം സ്നേഹിച്ച പെണ്ണല്ലേ? ഇത് പറഞ്ഞപ്പോൾ അയ്യൂബ് നബി അത്ഭുതപ്പെട്ടു പോയി. റഹ്മത്ത് ബിക്ക് ഇങ്ങനെ വേഗം മാറ്റം വരുമോ? ഈ വീട്ടിൽ നിങ്ങളെ വാപ്പായുമായി കാണാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിടൂല. അയ്യൂബ് നബി ചോദിച്ചു, എന്താ കാരണം? നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരും. എന്റെയും വാപ്പയല്ലേ, എന്റെ ഉമ്മയല്ലേ, ഞാനും കൂടി വരാം. അപ്പൊ മക്കളോട് ചോദിച്ചു നോക്ക് വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവർ അപ്പുറത്തെ മക്കളോടൊപ്പം കളിക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ പ്രിയമുള്ളവരെ, റഹ്മത്ത് ബീബി വെളിയിലേക്ക് ഇറങ്ങി മക്കളെ വിളിച്ചു, മക്കളെ, നിങ്ങൾ വരുന്നുണ്ടോ? വല്യുപ്പാനെ കാണാൻ പോവാണ്, വല്യുമ്മായെ കാണാൻ പോവാണ്. ആ മക്കൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വരണില്ല. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് മക്കളോട് സത്യം പറയണം. നമ്മൾ കോഴിക്കോട് പോകണമെങ്കിൽ പറയും കണ്ണൂർ പോകുന്നു, ജംഗ്ഷനിൽ പോകണമെങ്കിൽ പറയും ആശുപത്രിയിൽ പോകണം. മക്കളോട് സത്യം മാത്രം പറയണം. ആ ശീലം മക്കൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് തരുന്ന പാഠങ്ങളാണ്. മക്കളോട് പറഞ്ഞു, മക്കൾ വരുന്നില്ല എന്ന് പറയും. മക്കളോടൊപ്പം മക്കൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബിയും റഹ്മത്ത് ബിബിയും യാത്രയായി കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിൽ കുറേ നേരം ഇരുന്നപ്പോ ശക്തമായ കാറ്റും മഴയും അടിക്കാൻ തുടങ്ങി. അയ്യൂബ് നബിയുടെ കൽപിടിച്ചു എന്നാണ്. അല്ലാഹുവേ,
എൻ്റെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ. റഹ്മത്ത് ബീവിക്ക് കാര്യം മനസ്സിലായി. റഹ്മത്ത് ബിയുടെ മനസ്സിൽ ആദ്യം ഉമ്മാക്ക് പേറ്റുനോവാണല്ലോ വലിയ വേദന. ഉമ്മാക്ക് വലിയ വേദനയുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഭർത്താവിന്റെ സങ്കടം ഇല്ലാതാക്കാൻ കളയുന്ന ഒരു ഭാര്യയുടെ സ്വഭാവ ഗുണമാണ്. റഹ്മത്ത് ബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ബേജാറാവണേ, നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ, അപ്പുറത്തെ വീട്ടിലല്ലേ നിൽക്കണേ, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹുവേ, പടച്ചവന്റെ പരീക്ഷണം കടന്നു വരികയാണ്. ശക്തമായ മഴ പെയ്തപ്പോ, ശക്തമായ കാറ്റടിച്ചപ്പോ മക്കൾ അയ്യൂബ് നബിയുടെ 2 മക്കൾ ഓടി നബിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പുറത്തെ വീട്ടിലെ മക്കൾ അപ്പുറത്തേക്ക് പോയി. ശക്തമായി കാറ്റടിച്ചപ്പോ വീടതാ ഇടിഞ്ഞു വീഴുന്നു. അയ്യൂബ് നബിയുടെ 2 മക്കളും അതിനകത്ത് പെടുന്നു, വഫാത്തായി മരണപ്പെടുന്നു. മഴ തോർന്നപ്പോ, കാറ്റു ശമിച്ചപ്പോ അയൽവാസികൾ വന്നു നോക്കുമ്പോ 2 മക്കളും ചതഞ്ഞരഞ്ഞ ശരീരമാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് തിരിച്ചു വരുമ്പോഴും മറുപടി പറയുക? ഉടൻ തന്നെ ഒരാൾ ഓടി അയ്യൂബിന് വടിക്കലേക്ക്. അയ്യൂബ് നബിയും ഭാര്യയും മഴ തോർന്നപ്പോ ഓടി വരാൻ വഴി വെച്ച ഒരാളെ കണ്ടു. എന്തേ? അയ്യൂബിന് പറഞ്ഞു, നിങ്ങളോട് രഹസ്യം പറയാനുണ്ട്. അയ്യൂബ് നബിയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ മഴ പെയ്തപ്പോ വീട് ഇടിഞ്ഞു വീണു, മരണപ്പെട്ടു എന്ന് പറഞ്ഞത് ഉറക്കിയായിപ്പോയി. അത് റഹ്മത്ത് ബീബി കേട്ടു. 2 പേരും ഓടി. സുബ്ഹാനല്ലാഹ്, റഹ്മത്ത് ബീബി ഓടി വന്നപ്പോ വെള്ള തുണിയിൽ പുതച്ചതാ 2 മക്കളെ കിടത്തിയിരിക്കുകയാണ്. ചുടുചുംബനം കൊടുക്കുന്നു. അല്ലാ, ഇനി ആർക്കാണ് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുക? ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുക? അല്ലാഹുവേ, അരുമക്കിടാങ്ങളായ മക്കളാണല്ലോ. അല്ലാഹുവേ, റഹ്മത്ത് ബീബി അയ്യൂബ് നബി സമാധാനിപ്പിച്ചു. കൊണ്ടുവന്ന് കബറടക്കി. മഗ്രിബിന്റെ സമയമായപ്പോ ഒരു വയസ്സായ ഉമ്മാമയുടെ കോലത്തിൽ ഇബ്ലീസ് കടന്നു വന്നു. ഇബ്ലീസ് കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങളൊരു നബിയാണ്, നിങ്ങൾ പ്രവാചകനാണെന്നൊക്കെ അല്ലേ പറയണേ? മക്കൾക്ക് ഒരു ആപത്ത് വരുന്നുണ്ടപ്പോ രക്ഷിക്കാൻ കഴിയാത്ത മക്കൾ, നിങ്ങളെ പ്രവാചകൻ ഏതാ? അള്ളാഹ് നിങ്ങളെ പറ്റിച്ചതാ, നിങ്ങൾ പ്രവാചകനൊന്നുമല്ല. അയ്യൂബ് നബിക്ക് കാര്യം മനസ്സിലായി, ഇത് ഇബ്ലീസാണെന്ന്. ഇബ്ലീസിനോട് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന അയ്യൂബ് നബി പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പടച്ചവനെ, നിന്നെ തൊട്ട്, ഈ ഇബ്ലീസിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കാണ്. ഇബ്ലീസിന്റെ ദുർബോധനമാണെന്ന് തോന്നിയ നമ്മൾ പറയേണ്ട പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓടിച്ചു വിട്ടു എന്നാണ്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അയ്യൂബ് നബിക്ക് രോഗം വന്നു. അടുത്ത പരീക്ഷണം. ഇബ്ലീസ് പറഞ്ഞു, ഈ അയ്യൂബ് നബിയെ തോൽപ്പിക്കാൻ കഴിയൂല. ഇല്ല, ഞാൻ തോൽപ്പിക്കും. മക്കളെ കൊന്നിട്ടും ഈമാൻ പതറിയിട്ടില്ല. ഇനി ഒരു പരീക്ഷണം, രോഗം കൊടുക്കാം. ഇബ്ലീസ് ശരീരത്തിലേക്ക് കയറി മുറിവുണ്ടാക്കി എന്നാണ്. രക്തധമനികളിലൂടെ കയറി മുറിവുണ്ടാക്കി. മുറിവ് വല്ലാതെ പൊട്ടാൻ തുടങ്ങി. മുറിവ് പൊട്ടി അത് വല്ലാതെ വ്രണമാകാൻ തുടങ്ങി. വ്രണമായിട്ടോ അത് ശക്തമായി ദുർഗന്ധം വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നിബിധങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, അയ്യൂബിനക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഇബ്ലീസ് കോലം മാറി ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകനല്ലേ അയ്യൂബ് നബി? അയ്യൂബ് നബി പുറത്തിറങ്ങാത്തത് എന്തോ പ്രശ്നമുണ്ട്, സുഖമില്ലാന്നാ പറയണേ. എന്താ സുഖം എന്നറിയോ? പടർന്ന് പന്തലിക്കുന്ന മാരകമായ രോഗമാണ്. ശരീരത്തിൽ പുഴുക്കളാണ്. ഇവിടെ നിന്നാ നിങ്ങൾക്കും രോഗം വരും. കളവ് പറയരുത്. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി നോക്കി. വലിയൊരു ജനക്കൂട്ടം റഹ്മത്ത് ബിയുടെ വീട്ടിലേക്ക് വന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, റഹ്മത്ത് ബി ഭയപ്പെട്ടു പോയി. റഹ്മത്ത് ബിയോട് പറഞ്ഞു, ഭർത്താവ് എവിടെ? റഹ്മത്ത് ബി പറഞ്ഞു, വിശ്രമത്തിലാണ്, ഞങ്ങൾക്ക് കയറി ഇപ്പൊ കാണാൻ പറ്റൂല. നിർബന്ധിപ്പിച്ച് അകത്ത് കയറിയപ്പോ മനസ്സിലായി ഈ വൃദ്ധം പറഞ്ഞത് ശരിയാണ്, രോഗമാണ്. ഉടൻ തന്നെ റഹ്മത്ത് ബിബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ സൂര്യോദയത്തിന് മുമ്പ് ഭർത്താവിനെ നാട് കടത്തിയില്ല എങ്കിൽ ഞങ്ങൾ കൊണ്ടുചെന്ന മലയുടെ മുകളിൽ കൊണ്ടുചെന്ന കഴുകന്മാർക്ക് തിന്നാൻ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി ഇത് അകത്ത് നിന്ന് കേട്ടു. റഹ്മത്ത് ബീവി അകത്തേക്ക് കയറി. ആളുകൾ മടങ്ങിപ്പോയപ്പോ അയ്യൂബിനെ ചോദിച്ചു, എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല, വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണം എന്നാ പറഞ്ഞ്. ഒന്ന് ആലോചിക്കുന്ന ഒരു ഭാര്യയുടെ ധർമ്മം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം. തങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ നബിയെ, നമ്മൾ എന്തിനാ ഇവരെ ബുദ്ധിമുട്ടിക്കണേ? നമുക്ക് ഇവിടെ ഒന്ന് പോയാലോ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളിൽ ചിരിച്ചു എന്നാണ്. നമുക്ക് ഇവിടെ ഒന്ന് പോകാം, ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി രാത്രിക്ക് രാത്രി എന്റെ പ്രിയമുള്ളവരെ കുറച്ച് തുണികളും ഒരൽപ്പം വെള്ളവുമായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ഭർത്താവിനെ റഹ്മത്ത് ബിബി തോളിൽ ചുമന്നു എന്നാണ്. നടക്കാൻ പറ്റൂല, തോളിൽ ചുമന്നു. ഒരു ഭാര്യ കിലോമീറ്ററുകളോളം ആ നാടിന്റെ പരിധി വിടുന്നത് വരെ റഹ്മത്ത് ബിബി സഞ്ചരിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരിടത്തും ഇറക്കി വെച്ചില്ല. അങ്ങനെ നടന്ന് തളർന്നു. സൂര്യോദയമായി. ആ പകലും നോമ്പാണ്. അയ്യൂബ് നബിക്ക് നോമ്പ്, റഹ്മത്ത് ബിബിക്ക് നോമ്പ്. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്, വീണ്ടും കുറെ നേരം വിശ്രമിച്ചു. അങ്ങനെ നടന്ന് രാത്രിയായി. ഒരു കടത്തിണ്ണ കണ്ടു, ഒരു ചെറിയ തട്ട് പോലെ ഒരു സ്ഥലം കണ്ടു. അയ്യൂബ് നബി
ഭാര്യ പറഞ്ഞു, നബിയെ അവിടെ ഒരു ചെറിയ കിടപ്പറ കാണുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി കിടക്കാം, വഴിയോരക്കാരൊക്കെ കിടക്കുന്നുണ്ട്, യാചകര് കിടക്കുന്നുണ്ട്, നമുക്ക് പോകാം. സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയപ്പോ ആളുകൾ ചിന്തിച്ച് എവിടെന്നാ ഈ ദുർഗന്ധം, വല്ലാത്ത ദുർഗന്ധം. ചോദിച്ചു എവിടെന്നാ? അപ്പൊ ഒരാൾ പറഞ്ഞു, ഇതേ ഒരു പെണ്ണൊരു ചാക്ക് പോലെ ഒരു സാധനം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, അതിനകത്താണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാകുന്ന റഹ്മത്ത് ബിയോട് ചോദിച്ചു, എന്താണിത്? പറഞ്ഞു, എന്റെ ഭർത്താവാണ്, പ്രശ്നമാണ്. ഉടൻ തന്നെ ആളുകൾ പറഞ്ഞു, ഇവിടെ കിടത്താൻ പറ്റൂല, ഇവിടെ കിടത്താൻ പറ്റൂല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീണ്ടും ആ രാത്രി തോളിൽ ചുമന്നു. റഹ്മത്ത് ബിബിയോട് അയ്യൂബ് നബി ചോദിച്ചു, പെണ്ണെ, നീ ചെറുപ്പാണ്, നിനക്കെന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിന്റെ ജീവിതം നോക്കി പോയിക്കൂടെ? റഹ്മത്ത് ബിബി പറഞ്ഞത്, ഇല്ല നബിയെ, ജീവിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ജീവിക്കും, മരിക്കാനാണെങ്കിൽ നിങ്ങളോടൊപ്പം റഹ്മത്ത് ഉണ്ടാകുമെന്ന് മഹാനായ അയ്യൂബ് നബിയോട് പറഞ്ഞു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ കൽബിന്റെ ഈമാൻ, ആ പരീക്ഷണാഗ്നിയിലെ ഇണപ്രാവുകളെ പോലെ ജീവിച്ചവരാണ്. നബിയെ, ജീവിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും, അതല്ല മരിക്കാനാണെങ്കിൽ ഞാനും മരിക്കട്ടെ നബിയെ, എനിക്ക് നിങ്ങളെ മതി. ഇങ്ങനെ ചോദിച്ചു. ഇത് പറഞ്ഞപ്പോ അയ്യൂബ് നബി ചോദിച്ചു, എന്നാ റഹ്മത്തെ, നിനക്ക് എന്റെ ശരീരത്തിൽ ദുർഗന്ധം വരുന്നുണ്ടോ? ഇല്ല നബിയെ, എനിക്ക് വല്ലാത്ത സന്തോഷാണ്, ഒരു ദുർഗന്ധവും വരണില്ല. നബി തങ്ങൾ പറഞ്ഞു, അയ്യൂബ് നബി പറഞ്ഞു, റഹ്മത്തെ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ദുർഗന്ധവും എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് അള്ളാഹു, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാത്ത സുഗന്ധവും ഇഷ്ടപ്പെടാത്തവർക്ക് ദുർഗന്ധവും അള്ള കൊടുക്കുമെന്ന് എനിക്ക് അറിയിച്ചിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, നടന്നോളാൻ പറഞ്ഞു. നടന്നപ്പോ ഒരു വൃദ്ധനായ മനുഷ്യൻ, ആ യാചകരിൽപ്പെട്ട ഒരാളുണ്ട്, അവര് പറഞ്ഞു, മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട, ആ കാണുന്ന പാറയുടെ മുകളിൽ ഒരു ദ്വാരമുണ്ട്, ഒരു ഗുഹയുണ്ട്, അവിടെ കൊണ്ടുപോയി കിടത്തിയാൽ മതി, ആരും ശല്യപ്പെടുത്താൻ വരൂല. രാത്രിക്ക് രായ്മാനം മഹാനായ അയ്യൂബ് നബിയെ തോളിൽ ചുമന്ന് അവിടെ കൊണ്ടുവന്ന് കിടത്തിയെന്നാണ്. ചരിത്രം വിശാലമാണ്, വളരെ വിശാലമായി പറയാൻ സമയമില്ല. എന്റെ പ്രിയമുള്ളവരെ, പകല് മുഴുവനും ചില വീടുകളിൽ ജോലിക്ക് പോകും, ചില വീടുകളിൽ ജോലിക്ക് പോകും, രാത്രി അയ്യൂബ് നബിക്ക് സേവനം ചെയ്യും, നിസ്കരിക്കും, നോമ്പെടുക്കും, ഇതൊക്കെ ചെയ്യും. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാതെ വിശക്കുന്നു, റഹ്മത്ത് ബീവിക്ക് വിശക്കുന്നു. തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ വീട്ടിൽ ചെന്നപ്പോ ഒരു സഹോദരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, എന്തേ? ഞാനൊരു ജോലിക്ക് വന്നതാണ്, എന്താ വേണ്ടത്? എനിക്ക് ജോലി വേണം. ഇവിടെ ജോലിയൊന്നും വേണ്ട, കൂലിയൊന്നും തരാൻ ഇവിടെ ഇല്ല. ആ റഹ്മത്ത് ബീവി പറഞ്ഞു, കൂലി വേണ്ട, ഭക്ഷണം തന്നാ മതി, എന്റെ ഭർത്താവ് രോഗിയായിട്ട് അവിടെ കിടപ്പുണ്ട്, ഭക്ഷണം തന്നാ മതി. അപ്പൊ സഹോദരി പറഞ്ഞു, ഇല്ല, കൊണ്ടുപോര്, ഭർത്താവിനെ കൊണ്ടുപോര്. ഇല്ല, കുഴപ്പമില്ല, കൊണ്ടുവന്നാൽ ശരിയാകില്ല, കാരണം അറിയാം കൊണ്ടുവന്ന ഭക്ഷണം തരൂല. അങ്ങനെ അയ്യൂബ്, പൈസ വേണ്ട, ഭക്ഷണം മാത്രം മതി എന്ന് പറഞ്ഞപ്പോ ഇവർ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പാത്രങ്ങളെല്ലാം കഴുകാൻ റഹ്മത്ത് ബീവി ഏൽപ്പിക്കുകയാണ്. നോമ്പുകാരിയായ റഹ്മത്ത് ബീവി ഭക്ഷണം കഴിച്ചവരുടെ പാത്രം കഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്, ആർക്ക് വേണ്ടി? ഭർത്താവിന് ഭക്ഷണത്തിന് വേണ്ടി. പാത്രങ്ങളെല്ലാം കഴുകി ഭക്ഷണമെല്ലാം എടുത്ത് കൊണ്ടുവന്ന അയ്യൂബ് നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കും. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു. ഒരു ദിവസം നോക്കുമ്പോൾ ആ വീട്ടിലെ ഉമ്മ വരുമ്പോ പാത്രം കഴുകാൻ വേണ്ടി വന്നപ്പോ റഹ്മത്ത് ബിബിയുടെ മുടി അഴിഞ്ഞു കിടക്കുന്നു. വല്ലാത്ത നീളമുള്ള മുടിയാണ് ഈ റഹ്മത്ത് ബിബിക്കുള്ളത്. മുടി കണ്ട് അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് ഭക്ഷണത്തിന് വന്നപ്പോ പറഞ്ഞു, ഇനി ഭക്ഷണം വേണമെങ്കിൽ എനിക്ക് നിന്റെ മുടി തരണം. സുബ്ഹാനല്ലാഹ്, റഹ്മത്ത് ബീബി വല്ലാതെ അയ്യൂബ് നബിക്ക് വല്ലാത്ത ഇഷ്ടമാണ് റഹ്മത്ത് ബീവിയുടെ മുടി. പക്ഷേ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭർത്താവ് വിഷമിക്കും, വല്ലാതെ പട്ടിണിയാണല്ലോ. അതുകൊണ്ട് റഹ്മത്ത് ബീവി പറഞ്ഞു, ഭക്ഷണം തന്നാൽ മുടി ഞാൻ തരാം. അങ്ങനെ ഉറപ്പിച്ചു. അങ്ങനെ ഭക്ഷണം തരാമെന്ന ഡിമാൻഡിൽ റഹ്മത്ത് ബീവിയുടെ മുടി മുറിച്ചു. റഹ്മത്ത് ബീവി പറഞ്ഞു, എന്റെ മുടിയിൽ നിന്ന് അല്പം മാത്രമേ മുറിക്കാവൂ. ആ തള്ള പറഞ്ഞു, ശരി, അത്രയും മുറിക്കുള്ളൂ. പക്ഷേ ഇരുന്നു കൊടുത്തു. മുടിയുടെ നീളം കണ്ടപ്പോ, മുടിയുടെ അഴക് കണ്ടപ്പോ ആ സ്ത്രീയുടെ മനസ്സ് താളം തെറ്റി. മുടി മുറിച്ച് അവസാനം നോക്കുമ്പോൾ മുടിയില്ല. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യും? ഭക്ഷണത്തിന് വേണ്ടിയല്ലേ എന്ന് കരുതി റഹ്മത്ത് ബീവി തട്ടം ശരിയാക്കി ഭക്ഷണവുമായി അയ്യൂബ് നബിയുടെ ഹദറത്തിലേക്ക് പോവാണ്. എന്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇബ്ലീസ് വന്നിട്ട് ചോദിച്ചു അത്രേ, അയ്യൂബ് നബിയെ, നിങ്ങളുടെ ഭാര്യ ആള് ശരിയല്ല, എന്തേ കാരണം? നിങ്ങൾക്ക് വിശ്വാസ? അയ്യൂബ് നബി പറഞ്ഞു, വിശ്വാസമാണ്. എന്നാലേ നിങ്ങളുടെ ഭാര്യ ഭക്ഷണവുമായി വരുന്നത് ഇന്ന് ജോലി ചെയ്തിട്ടുള്ള ഭക്ഷണമല്ല, പിന്നെയോ അവർ ആ വീട്ടിലെ ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആളുകൾ പിടിച്ചു, ആകെ പ്രശ്നമായി. അങ്ങനെ പിടിച്ച്, ഈ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, ഈ നാട്ടിൽ ആരെങ്കിലും വ്യഭിചാരത്തിന് അന്യപുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ കേസ് പിടിച്ചാൽ മുടി മുറിക്കലാണ് ഈ നാടിന്റെ ശിക്ഷാരീതി. സംശയം ഉണ്ടെങ്കിൽ വരുമ്പോൾ നിങ്ങളുടെ പെണ്ണിന്റെ ഭാര്യയുടെ മുടിയൊന്ന് പിടിച്ചു നോക്കൂ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മിണ്ടാതെ കിടന്നു എന്നാണ്. റഹ്മത്ത് ബിബി കടന്നു വന്നു. ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അയ്യൂബ് നബി വാ തുറക്കുന്നില്ല. ചോദിച്ചു, എവിടെ നിന്നാ ഭക്ഷണം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബിബി പറഞ്ഞു, നബിയെ, ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതാണ്, അധ്വാനിച്ചിട്ടതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട,
എന്താ നബിയെ കാരണം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈകൊണ്ട് പതുക്കെ പുറകിലൂടെ റഹ്മത്ത് നബിയുടെ തട്ടം പിടിച്ച് താഴേക്ക് വലിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് മുടിയില്ല. ഇബ്ലീസ് പറഞ്ഞ ശരിയാണ്, ഇബ്ലീസ് വേഷം മാറി എന്ന് പറഞ്ഞ ശരിയാണ്, മുടിയില്ല. ചോദിച്ചു മുടി പോയത് എന്താ? റഹ്മത്ത് ബീവി പറഞ്ഞു ഈ മുടി പോയത് ഇന്ന കാര്യങ്ങളാണ്. റഹ്മത്ത് ബീവി ഇത് പറഞ്ഞപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽബൊന്ന് മാറിയെന്നാണ്, കൽബൊന്ന് തെറ്റിയെന്നാണ്. വിശ്വസിക്കാൻ അങ്ങോട്ട് മനസ്സനുവദിക്കുന്നില്ല. പടച്ചവനെ, എന്റെ ഭാര്യ ഇങ്ങനെയായോ, ഞാൻ എന്തായി കേൾക്കുന്നെന്ന് ഒരു സങ്കടത്തോടെ നൊമ്പരത്തോടെ കഴിഞ്ഞു എന്നാണ്. ഇത് കണ്ടപ്പോ റഹ്മത്ത് ബീവിക്ക് വല്ലാത്ത സങ്കടം. റഹ്മത്ത് ബീവി ഓടി ആ മലയുടെ തൊട്ട് മുകളിൽ ഒരു വലിയ പാറ പോലെ സ്ഥലമുണ്ട്, അവിടെ കയറി സുജൂദിൽ വീണു. അല്ലാ, എന്റെ നിരപരാധിത്വം നീ തെളിയിക്കണം, എന്റെ നിരപരാധിത്വം നീ തെളിയിക്കണം. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് മുകളിൽ തന്നെ പാറയുടെ മുകളിൽ റഹ്മത്ത് ബീവി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നസലുൽ അമീൻ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ പറന്നിറങ്ങിയിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങളെ ഭാര്യ പരിശുദ്ധയാ, നിങ്ങളെ ഭാര്യ പരിശുദ്ധയാ. നിങ്ങളുടെ ഈ കൽബുണ്ടല്ലോ, നിങ്ങൾ ഇത്രമാത്രം രോഗം വന്നിട്ടും അള്ളാനെ ദിക്ർ ചെയ്യുന്ന, അള്ളാനെ തസ്ബീഹ് ചൊല്ലുന്ന നിങ്ങളുടെ ഈ മനസ്സുണ്ടല്ലോ, അത് അള്ളാന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ രോഗം മാറാനുള്ള കൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. രോഗം വന്നിട്ട് പോലും ദുആ ചെയ്തിട്ടില്ല. നമ്മളൊരു തലവേദന വന്നാൽ അള്ളാ വേഗം മാറണേ എന്നാണ്. അയ്യൂബ് നബി ദുആ ചെയ്ത് മാറ്റിയിട്ടില്ല. നാവിൽ രോഗം വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബേ, എന്റെ ദിക്ർ ചെയ്യുന്ന, എനിക്ക് ദിക്ർ ചെയ്യാൻ വേണ്ടി നാവിനൊരു കുഴപ്പം വരുത്തല്ലേ എന്നാണ്. അങ്ങനെ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ കാലുകൊണ്ടടിക്കാൻ പറഞ്ഞു. നബി തങ്ങൾ കാലുകൊണ്ടടിച്ചപ്പോ ഒരു ഭാഗത്ത് ചൂടുവെള്ളവും ഒരു വട്ടത്ത് തണുത്ത വെള്ളവും ഉണ്ടാകും. ഒരു ഉറവ പൊട്ടിയെന്നാണ്. അതിൽ നിന്ന് അയ്യൂബ് നബി കോരി കുളിച്ചു. ശരീരത്തിലേക്ക് ഒഴിച്ചപ്പോ രോഗങ്ങളെല്ലാം മാറി, പഴയതിനേക്കാൾ സൗന്ദര്യം ഉണ്ടായെന്നാണ്. റഹ്മത്ത് ബീബി നിസ്കാരം എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കിടന്നെടുത്ത് ഭർത്താവില്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഉരുണ്ട് താഴേക്ക് പോയതാണോ? ഓടി നടന്ന ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു സുന്ദരനായ മനുഷ്യനെ കണ്ടു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? ഇവിടെ ഞാനും എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടോ? ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മത്ത് ബീബിയാണ്. ചോദിച്ചു, എന്റെ ഭർത്താവിനെ കണ്ടോ? ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ്. റഹ്മത്ത് ബീബി പേടിച്ചു പോയി. അന്യനാണ്, ഇങ്ങനെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഉടൻ തന്നെ തള്ളി മാറ്റിയിട്ട് പറഞ്ഞു, ഞാനൊരു പ്രവാചകന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ മറന്നുപോയോ? അള്ളാഹുവിനെ നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല, എന്നെ വിട് എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയപ്പോ റഹ്മത്ത് ബീബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയ്യൂബിന് പറഞ്ഞു, അത്രേ, റഹ്മത്തെ, ഞാനാണ് അള്ളാഹുവിന്റെ രോഗങ്ങളെല്ലാം മാറ്റി. അള്ളാഹുവിനെ നന്ദി ചെയ്യുന്ന അടിമയാണോ? പരീക്ഷണം ഒരിക്കലും അള്ളാഹു നിലനിർത്തൂല, ആ പരീക്ഷണം മാറ്റി വിജയം തരുമെന്ന് ഉറപ്പാണ് എന്ന് അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം നാട്ടിലേക്ക്, ആട്ടിപ്പായിച്ച നാട്ടിലേക്ക് മടങ്ങി വരികയും സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ്. വളരെ വിശാലമായ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു പോയതാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും ഇതുപോലെയുള്ള മഹാന്മാരുടെ ചരിത്രം പാടി പറയലാണ്. നിഷാദ്, അതിൽ പരീക്ഷണാഗ്നിയിലെ ഇണപ്രാവുകൾ എന്ന് പറയുന്ന മനോഹരമായ വിഷയം ഒരു 7-8 ദിവസം 10 ദിവസത്തിനടുപ്പിച്ച് വിശാലമായി പാടി പറയുന്നുണ്ട്. അത് കേൾക്കാൻ ഇൻഷാ അല്ലാഹ് ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പാണ് അതിനിങ്ങനെ താഴേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആ ചരിത്രം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, കാരണം സമയം ഒരുപാട് വൈകുമെന്നുള്ളത് കൊണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ ചരിത്രം നമുക്ക് തരുന്ന പാഠം, ഇബ്ലീസ് കടന്നു വരുമ്പോൾ ഇബ്ലീസിന് ദുർബോധനമാണെന്ന് തോന്നിയാൽ നമ്മൾ പറയണം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയുക. അതോടൊപ്പം എത്ര പരീക്ഷണം വന്നാലും അള്ളാഹനെ മറക്കാതെ മുന്നോട്ട് പോവുക, ദിക്റുകൾ അധികരിപ്പിക്കുക, വിജയം ഉറപ്പ് എന്നാണ് ഈ ചരിത്രം നമുക്ക് തരുന്ന പാഠം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ഈ ചാനൽ ചരിത്രമാണ്. ശനിയാഴ്ച ദിവസം ഖുർആനുമായി ബന്ധപ്പെട്ട്, ഞായറാഴ്ച സംശയ നിവാരണം, തിങ്കളാഴ്ച ചരിത്ര പഠനം, ചൊവ്വാഴ്ച ദിക്റുകൾ, ദുആകൾ, അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും ഓരോ പഠനങ്ങളാണ്. ഈ അറിവുകൾ നിങ്ങളിലേക്ക് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ ബദറും തീരം എന്ന ലൈവ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.